നമസ്കാരം. ഇന്ത്യൻ അന്തർവാഹിനികളിൽ വമ്പൻ പരിഷ്കാരങ്ങളാണ് നടക്കുന്നത്. പ്രതിരോധത്തിൽ പുതുവഴികൾ തേടാൻ ഇന്ത്യ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ നാവികസേന അന്തർവാഹിനികൾക്കായി എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ടെക്നോളജി സ്വീകരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേന അന്തർവാഹിനി കപ്പലിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ലാൻസൺ ആൻഡ് ട്രൂബോയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം ഉൾപ്പെടുന്ന വിപുലമായ പ്രൊജക്ട് 75ന്റെ ഭാഗമാണ് ഈ സംരംഭം. DRDOയുടെ നേവൽ മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫ്യുവൽ സെൽ അധിഷ്ഠിത AIP സംവിധാനമാണ് ഈ മെച്ചപ്പെടുത്തലിന് കാരണമാകുന്ന പ്രധാന സാങ്കേതികവിദ്യ. DRDOയുമായി ദീർഘകാല പങ്കാളിത്തമുള്ള L&T ഈ പദ്ധതിയുടെ പ്രാഥമിക വ്യവസായ പങ്കാളിയാണ്. AIP മൊഡ്യൂളുകളുടെ നിർമ്മാണവും സംയോജനവും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആവശ്യാനുസരണം വൈദ്യുതിയും ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കുന്ന നൂതന ഫ്യുവൽ സെൽ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന ഈ മൊഡ്യൂളുകൾ അന്തർവാഹിനികളുടെ മുങ്ങി നിൽക്കുന്ന സഹിഷ്ണുത, പരമ്പരാഗത ബാറ്ററി പവർ നൽകുന്ന കഴിവുകൾക്കപ്പുറം നീട്ടുന്നതിന് നിർണായകമാണ്. AIP അതായത് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്നതിന് ഇന്ത്യൻ നാവികസേനയുടെ സ്റ്റെൽത്ത് സഹിഷ്ണുതാ കഴിവുകൾ ഉയർത്തുക മാത്രമല്ല, വിപുലമായ ആണവ ഇതര അന്തർവാഹിനി സാങ്കേതിക വിദ്യകളുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിച്ച് വിദേശ സൈനിക സാങ്കേതിക വിദ്യകളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനാൽ ഈ വികസനം വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കൂടാതെ AIP സംവിധാനങ്ങളുടെ വിജയകരമായ സംയോജനം ആഗോള പ്രതിരോധ ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിക്കാട്ടി കയറ്റുമതി സാധ്യതകളിലേക്ക് നയിച്ചേക്കാമെന്നും അനുമാനങ്ങളുണ്ട്. സഹകരണങ്ങളും ഭാവി സാധ്യതകളും പരിശോധിക്കുകയാണെങ്കിൽ പ്രൊജക്ട് 75ന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനുള്ള സുപ്രധാന നീക്കത്തിൽ L&T സ്പെയിനിലെ നവന്റിയുമായി ഒരു ടീമിംഗ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മോഡലിന് കീഴിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് AIP ഘടിപ്പിച്ച 6 പരമ്പരാഗത അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്ത് വിതരണം ചെയ്യുക എന്നതാണ് സഹകരണം ലക്ഷ്യമിടുന്നത്. ഈ സമഗ്രമായ സമീപനം ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപരമായ ദീർഘവീക്ഷണത്തിന് അടിവരയിടുക മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള ശ്രമങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നാവിക യുദ്ധത്തിൽ പ്രവർത്തന മികവ് നിലനിർത്തുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് കൽവാരി ക്ലാസിലെ ശേഷിക്കുന്ന അന്തർവാഹിനികളിലുടനീളം ഭാവി മെച്ചപ്പെടുത്തലുകൾക്ക് ഈ പദ്ധതി വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിലേക്ക് AIP സാങ്കേതിക വിദ്യയുടെ തന്ത്രപരമായ ഇൻഡക്ഷൻ ദേശീയ സുരക്ഷയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യയുടെ നാവിക പ്രതിരോധ തന്ത്രത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചുകൊണ്ട് സാങ്കേതിക പുരോഗതിക്കും നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം ആശ്രയിക്കുന്നതിനുമുള്ള വിശാലമായ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പ്രൊജക്ട് 75 വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് എന്നത് അടിവരയിടണം. എന്താണ് ഈ പ്രൊജക്ട് 75 ഇന്ത്യ എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഫ്യുവൽ സെൽ AIP, അതേപോലെ അത്യാധുനിക മിസൈലുകൾ, നൂതന ടോർപിഡോകൾ, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമകാലീന ഉപകരണങ്ങൾ, ആയുധങ്ങൾ, സെൻസറുകൾ എന്നിവയുള്ള 6 ആധുനിക പരമ്പരാഗത അന്തർവാഹിനികളുടെ തദ്ദേശീയ നിർമ്മാണമാണ് ഈ പ്രൊജക്ട് 75 ഇന്ത്യ വിഭാവനം ചെയ്യുന്നത്. പ്രൊജക്ട് 75 അല്ലെങ്കിൽ P75 എന്നറിയപ്പെടുന്നത് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ഒരു സൈനിക സംഭരണ പരിപാടിയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇന്ധന സെല്ലുകളും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഘടിപ്പിച്ച ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ വാങ്ങാനാണ് ഈ ശ്രമം. ഇന്ത്യയുടെ നാവികശേഷി വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര അന്തർവാഹിനി നിർമ്മാണശേഷി വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രൊജക്ട് 75 ഇന്ത്യക്ക് കീഴിൽ നിർമ്മിച്ച 6 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുണ്ട്. അവയൊന്ന് പരിശോധിക്കാം. അതായത് കൽവരി ക്ലാസ് അന്തർവാഹിനി പ്രൊജക്ട് 75 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനിയാണ്. ഇത് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യൻ നേവിയുടെ പ്രൊജക്ട് 75ന് കീഴിൽ രണ്ടാമത്തേതാണ് ഖണ്ഡേരി. അതേപോലെ INS കരഞ്ച്, INS വേല, INS വഗീർ, INS വാക്ഷീർ. എന്തായാലും ഇന്ത്യ പുതിയ പരിഷ്കാരങ്ങളും മെച്ചപ്പെടുത്തലുകളും നടത്തിക്കൊണ്ട് കൂടുതൽ വിപുലമായ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യൻ സേനയ്ക്ക് കൂടുതൽ കരുത്താർജിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രാലയവും മുന്നോട്ട് വെക്കുന്നത്. ശത്രുരാജ്യങ്ങൾക്ക് കനത്ത മറുപടി കൊടുക്കാൻ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കാൻ ഇത് സേനയെ പ്രാപ്തമാക്കുമെന്ന് വിശ്വസിക്കാം.